നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. ഞായറാഴ്ച. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളും സ്റ്റോക്ക് ന്യൂസുകളും എല്ലാം തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും രാവിലെ 7 വൈകിട്ട് 7 മണിക്കായിട്ട് പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫിനാൻഷ്യൽ നിഫ്റ്റിയും അതല്ലെങ്കിൽ ബാങ്കും എല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈയിങ് സപ്പോർട്ടും കിട്ടിയതിന് ശേഷം മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ക്ലോസ് ചെയ്തുള്ളൊരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച ബക്രീദ് കാരണം മാർക്കറ്റ് അവധിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ നമുക്ക് കിട്ടി നിഫ്റ്റി. എന്നാൽ മൾട്ടിപ്പിൾ ടൈം നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ കണ്ടുവെങ്കിൽ കൂടിയും FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് സപ്പോർട്ട് മാർക്കറ്റിനെ വീണ്ടും മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും US നിന്ന് GDP ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ ഒരാഴ്ച മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന ഒരു കീൻ ഈവൻ്റാണ് അത്. നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി ഓപ്പണിംഗ് കാണാം. വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിൽ നിന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി 23,650 ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 23,450 മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തു. 23,680 മൾട്ടിപ്പിൾ ടൈം ഓൾ ടൈം ഹൈ വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. വീക്കിലി അടിസ്ഥാനത്തിൽ 263 പോയിന്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നല്ല ഒരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത്. നിഫ്റ്റിയുടെ പ്രധാനമായിട്ടും ബാങ്ക്, ഫിനാൻഷ്യൽ നിഫ്റ്റി, IT സെക്ടറുകളെല്ലാം തന്നെ 1.5 മുതൽ 3.5% വരെയുള്ള റാലി രേഖപ്പെടുത്തി. ഓട്ടോയും FMCG ആണ് കനത്ത രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. വീക്കിലി അടിസ്ഥാനത്തിൽ ബാങ്കിങ് കമ്പനിയായിട്ടുള്ള ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, അദാനി പോർട്ട്, കൊടാക് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 3 മുതൽ 4.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് വീക്കിലി അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഹീറോ മോട്ടോ കോർപ്പാണ്. 6% ഫോള്. അൾട്രാടെക് സിമെന്റ് 5% ഫോള്. മാരുതിയും L&Tയും ടൈറ്റാനും 3, 4, 5% ഒരു ഫോള് നമുക്ക് തന്നു. FIസിൻ്റെയും DIസിൻ്റെയും ആക്ടിവിറ്റീസ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടായിരുന്നു. ഇരു വിഭാഗം ആളുകളും മാർക്കറ്റിൽ ബൈയിങ് മോഡിലേക്കാണ് പോയിട്ടുള്ളത്. DIs കാണാം, അവർ വ്യാഴാഴ്ച ഒരു 325 കോടി രൂപക്ക് സെല്ല് ചെയ്തത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം 1,500 കോടി, ബുധനാഴ്ച ദിവസം 7,100 കോടി രൂപ, ഏറ്റവും അവസാനം വെള്ളിയാഴ്ച ദിവസം 1,237 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. DIs ആണെങ്കിൽ വെള്ളിയാഴ്ച 1,790 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ബാക്കിയുള്ള 3 ദിവസവും അവർ 2,500, 7,000, 415 കോടി രൂപയുടെ ബൈയിങ് നടത്തി. DIs ഏകദേശം 9,567 കോടി രൂപക്ക് ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. FIs 9,102 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ പ്രധാനമായിട്ടും ഗ്ലോബൽ ഈവൻറ്റിൽ US മാർക്കറ്റിൽ നിന്ന് ചൊവ്വാഴ്ച ദിവസം കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ 7:30-നും കൂടാതെ തന്നെ ജൂൺ 24 തീയതി ജർമ്മൻ IFO ബിസിനസ് ക്ലൈമറ്റ് 1:30 PM-നും ഉണ്ട്. സമയം കൃത്യമായിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 26 US നിന്ന് ന്യൂ ഹോം സെയിൽസും, അത് ജൂൺ 27 GDP ഡേറ്റയും ഉണ്ട്. ജൂൺ 28 അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ ജർമ്മനിയിൽ നിന്നും UK GDP ഡേറ്റ വരുന്നുണ്ട്. ഈ ഒരു ആഴ്ചയിൽ അപ്പോൾ ജൂൺ 27 GDP US നിന്നുള്ള GDP ഡേറ്റയും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ അത് ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. കൃത്യമായിട്ട് ഇന്ത്യൻ സമയം തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഗ്ലോബൽ ഈവൻറ്റുകൾക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ പൊസിഷൻസിലെല്ലാം തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കാണാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നാസ്ഡാക്ക് റെഡിൽ ക്ലോസ് ചെയ്തു. ഡോ ഫ്ലാറ്റ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് 3, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെന്ന് FTSE, CSE 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് റെഡിൽ അടച്ചു. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 13.8 എന്ന നിലയിലാണ്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടിരുന്നു. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എൻഡിയർ ഗ്ലോബൽ മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ റിയാലിറ്റി മേഖലയിലുള്ള ലീഡിംഗ് കമ്പനിയാണ്. 5,000 കോടി രൂപ ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തീരുമാനം കമ്പനി എടുത്തിട്ടുണ്ട്. സിസിലോൺ എനർജി കമ്പനി, മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി,
കമ്പനീനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഏകദേശം ഒരു 6.5% ആണ് ഈ ഒരു മാസം റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം തന്നെ മികച്ച പ്രകടനം സിസിലോൺ എനർജി കാഴ്ചവെച്ചിട്ടുണ്ട്. അദാനി പോർട്ട് BSE സെൻസെക്സിലേക്ക് അദാനി പോർട്ട് ഇൻക്ലൂഷൻ ആയിട്ടുണ്ട്. വിപ്രോയാണ് പുറത്തു പോയിട്ടുള്ളത്. TCS കമ്പനി, TCS എക്സറോക്സ് എന്ന് പറയുന്ന ഒരു IT ടെക്നോളജി ഫേമായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു ബിസിനസ് കോൺട്രാക്ട് കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ബെക്ടേഴ്സ് കമ്പനി ലിമിറ്റഡ് 400 കോടി രൂപ ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. സിപ്ല എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിയാണ്. US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഗോവയിൽ ഇവരുടെ പ്ലാന്റിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തി 6 ഒബ്സർവേഷൻസ് എല്ലാം തന്നെ റൈസ് ചെയ്തിട്ടുണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന കമ്പനി അർമാനി, പർദ തുടങ്ങിയ പ്രീമിയം ലക്ഷറി ബ്രാൻഡായിട്ട് ഇന്ത്യയിൽ ഇവരുടെ ബിസിനസ് എല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇവരുടെ പുതിയ ഒരു സ്റ്റോർ വിശാഖപട്ടണത്തിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനാഗ്രേറ്റ് ചെയ്തു. 370 സ്റ്റോറുകൾ ഇപ്പോൾ അവന്യൂ സൂപ്പർ മാർക്കറ്റിന് ഇന്ത്യയിലുണ്ട്. ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി $1.48 മില്യൺ വർത്ത് വരുന്ന US വർത്ത് വരുന്ന ഒരു കോൺട്രാക്ട് US ബേസ്ഡ് ആയിട്ടുള്ളൊരു IT കമ്പനിയായിട്ട് ന്യൂജൻ സോഫ്റ്റ്വെയർ കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി ഇവർക്ക് US നിന്ന് ഒരു കൊമേഴ്ഷ്യൽ വെസൽസിൻ്റെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. JSW എനർജി കമ്പനി ഇവർ സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് പുതിയ ഒരു കരാറ് കോൺട്രാക്ട് ലഭിച്ചു. ടാറ്റ സ്റ്റീൽ കമ്പനി ഇവരും ഭുവനേശ്വർ പവറായിട്ടൊരു അമാൽഗമേഷൻ, അതായത് ഇരു കമ്പനികളും യോജിക്കുന്ന അമാൽഗമേഷൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഇവർക്ക് അപ്രൂവൽ കൊടുത്തു. TVS മോട്ടേഴ്സ് കമ്പനി ഇവർ 3 വീലർ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് CSS ഗ്രാമീൺ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. മാരുതി കമ്പനി ഫ്രോൺസ് എന്ന് പറയുന്ന ഇവരുടെ പുതിയ വാഹനം ഇവർ മാനുവൽ ഓട്ടോമേഷൻ ട്രാൻസ്മിഷനിൽ ഇവർ ഇന്ത്യയിൽ മൊത്തം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. RVNL കമ്പനി ഈസ്റ്റേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 191 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. മറ്റുള്ള ഡിവിഡൻഡ്, IPO തുടങ്ങിയ മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇന്ന് നമുക്ക് കൊച്ചിയിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ട്രെയിനിങ് നടന്നിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക്